അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് മുഹാജിരിങ്ങളായ സ്വഹാബാക്കൾ പരാതി പറയുകയാണ്. ദഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാത്തിൽ ഉല വന്നഈമിൽ മുഖീം. നബിയെ, ശാശ്വതമായ അനുഗ്രഹങ്ങളും ഉന്നതമായ സ്ഥാനമാനങ്ങളുമൊക്കെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ കൊണ്ടുപോയി. നബി തങ്ങൾ ചോദിച്ചു, അതെങ്ങനെയാണ്? അവര് പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവര് നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവര് നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ വലഹും ഫളുലും മിൻ അംവാൽ, ഞങ്ങൾക്കില്ലാത്ത സാമ്പത്തിക ശേഷി അവർക്കുണ്ട്. ആ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് അവര് ഉംറ ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് സംഭാവനകൾ നൽകുന്നു. പക്ഷെ ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരുടെ പരാതി കേട്ട ഉടനെ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരാം. ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ സാമ്പത്തിക ശേഷി കൊണ്ട് അവർ നേടിയെടുത്ത ഉന്നതമായ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ സലാസും വസലാസീന മറ. എല്ലാ നിസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യവും അൽഹംദുലില്ലാ എന്ന് 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യവും നിങ്ങൾ ചൊല്ലുക. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്ത് അവര് നേടിയെടുത്ത പ്രതിഫലം നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയും. കേവലം എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു 1-1.5 മിനിറ്റ് നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരോട് പകർത്താൻ വേണ്ടി ആവശ്യപ്പെടുക, ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.